ആന്ന് എടാ ഇന്ന് മൂവി പ്രൊമോഷൻ ആയിട്ടാ നോക്കെ ഇന്ന് മൂവിക്കാന്ന് പ്രൊമോഷൻ ഇതില്ല. ആ അതായത് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആക്കാം ഇപ്പം എടാ ഇപ്പൊ ഷാജഹാൻ നീലക്കുയിൽ ഇഷ്യൂ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇന്നൊരു മൂവി പ്രൊമോഷൻ ആയിട്ടാണ് അതിന്റെ ഒരു നമുക്ക് ലാസ്റ്റ് സംസാരിച്ചോട്ടെ കുറച്ച് സമയം പോലെ അല്ല എടാ പുറത്ത് ഞാൻ പറയട്ടെ പുറത്ത് മൂവി ക്രൂ വെയിറ്റിംഗ് ആണ് ഓക്കെ. നമ്മളെ മേലെ പ്യാർ കിയ എന്ന് പറഞ്ഞ മൂവിന്റെ ക്രൂ വെയിറ്റിംഗ് ആണ് നോക്ക. എനിവേസ് വേറൊരു പ്രശ്നമുണ്ട് അർജുനും പിന്നെ പ്രീതി മുകുന്ദനും ഇല്ല. ആ ഓ പ്രീതി ഇല്ലാന്ന് പറഞ്ഞ മോന്ത നോക്കിയാ പോയതാ. ഞാൻ നേരത്തെ ഈ മപ്പാസും പത്താസും ഇങ്ങനെ ഒരൊറ്റ കുത്തുന്നല്ലേ ഇവൻ കാരണല്ലേ ഇന്ന് നിലക്കുയിലേക്ക് അടിയായത്. ഇവരെ പറഞ്ഞിട്ടില്ല നമുക്ക് ചൂടായത്. ഇവര് പറഞ്ഞ ജർമ്മന്മാരെ നിങ്ങളെ ഒട്ടത്തിലില്ല. അതും ആരാ പറയുന്നത് വേറെ ആരെങ്കിലും പറഞ്ഞാ ഓക്കെ. ഈ പാവാടന്റെ അടിയിലേക്ക് ക്യാമറ സൂം ചെയ്യുന്ന ടീം ഇത് വന്നിട്ട് നമ്മളോട് പറയാം പൊള്ളാണ്ട് നിൽക്കുവാ മോനെ. പക്ഷെ ഞാൻ മോനെ പറഞ്ഞു ഞാൻ അവിടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്തത് അല്ല. അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ആണ് മോനെ ആ ക്യാമറ നോക്കില്ല അവന്റെ മൂക്കടിച്ച് പൊട്ടിക്കും. ഞാൻ അവിടെ മൂക്കിൽ അടിച്ചില്ലെങ്കിൽ അത്രയും ക്യാമറ ഉണ്ട് മനസ്സിലാവും. സീന നമുക്ക് നാളെ ഇനോഗ്രേഷൻ ഉള്ളത് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നാളെയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അടി ഇതല്ലെങ്കിൽ നമുക്ക് നാളെയും കൂടി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. അല്ലെ പിന്നെ ഒന്നും നോക്കരുതല്ലേ എന്തിനോറേഷൻ ഒട്ട ഈ കക്കൂസ് വിളിച്ചിട്ട് ജയിലിൽ പോകുന്ന തല്ലി അതാണ് പ്രശ്നം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവന്മാര് നമ്മളവിടെ ഓരോ സെക്കൻഡ് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനെ കണ്ടന്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക മനസ്സിലാവും. നമ്മളവിടെ ഓരോ മിനിറ്റ് നിൽക്കുമ്പോൾ അവർക്ക് ഇത് കൂടി വരുന്ന പിന്നെ ക്യാമറ ഓഫ് ആയിരുന്നു പോലെ ക്യാമറ ഓഫ് ആയിരുന്നു ഞാൻ കാര്യമായിട്ട് മൂക്കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അനക്ക് അത്രയും ദേഷ്യം എനിക്ക് മൂക്കടിച്ച് പൊട്ടിക്കാനുള്ള കാര്യം അമ്മാതിനെ പൊട്ടിക്കലും കൊടുക്കാണ്ട് മൂക്കിന് കാര്യം പറയാം. പക്ഷെ അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത്രയും കാലം ഞാൻ കാര്യം പറയില്ല ഇത്രയും കാലം സെലിബ്രിറ്റികളെല്ലാവരും ഈ ഓൺലൈനിൽ വെച്ച് ഇവരെ തെറി വിളിക്കാനല്ലാണ്ട് നേരിട്ട് ഇവരുടെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് തെറി വിളിക്കാൻ പറ്റി. അതിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ കാര്യം പറഞ്ഞില്ല ഇത്രയും കാലം ഇത്രയും സെലിബ്രിറ്റികൾ ഇവരെ വെറുത്തിട്ട് ഇതുവരെ ഒരുത്തൻ ഓരോ മുഖത്ത് നോക്കി തെറി വിളിച്ചില്ല. അതിനുള്ള എല്ലാവരും ഉള്ള സാധനം ഞാൻ അങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ. എനിവേസ് മൂവി റിവ്യൂ പറയാം. മൂവി ഇന്ന് മൂവി നൈറ്റ് ആണ് ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഷാജഹാനും നീലക്കുയിൽ ഇങ്ങനത്തെ കോളനി കേസിൽ നമുക്ക് ഇന്ന് തൽക്കാലം സൈഡിലേക്ക് ആക്കാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാം. എനിവേസ് മേനെ പ്യാർ കിയ മൂവി ക്രൂ നമുക്ക് വെൽക്കം ചെയ്യാൻ വിളി എടാ അവർ കുറെ സമയം പുറത്ത് നിൽക്കുന്നത് അതിൽ ആരോ ഒരാള് എന്തോ ഇതായിന്നെല്ലാം പറഞ്ഞത് അല്ല എടാ അല്ല ഇന്ന് റാംബോ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ മോന്റെ തല അടിച്ചു പൊളിച്ചാണ്. എനിക്ക് പറയാനുണ്ടോ ഇപ്പൊ ഈ നീലക്കുയിൽ ഞാൻ പറയാം ഇതിനെ കുറിച്ച് ടോക്ക് വേണ്ട. പിന്നെ ഇവന്മാര് മറ്റേ ഒളി ക്യാമറ എടുത്ത് കട്ടിലിന്റെ അടിയിലും അടുക്കളയിലും കയറണല്ല. നിന്നെ പോലെ ഒന്നും ക്യാമറയുടെ ബാക്കിൽ നിന്നല്ലേ സംസാരിക്കണ. ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് നേർക്കാരാണ് പറയണ. ആണാണെങ്കിൽ തന്റെ ഉള്ളവനാണെങ്കിൽ മറ്റവന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാറുണ്ട്. അവന്റെ പേരെന്തോന്നാ ഷാജഹാനാ. ഷാജഹാൻ കേൾക്കാനാണ് പറയണ ഈ വീടിന്റെ വാതിൽ നിന്ന് തുറന്നിട്ടേക്കും ഇതിന്റെ പുറത്ത് ഞാൻ കാണും. മനസ്സിലായ ഇന്ന് രാത്രി ഈ വീടിന്റെ വാതിൽ തുറന്നിട്ടേക്ക് ഇതിന്റെ പുറത്ത് ഞാൻ കാണും. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ് നീ ഇതിന്റെ അകത്ത് കയറി നീ നോക്ക്. നീ എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഉണ്ടാക്ക്. ഇവിടെ എറണാകുളം നമ്മൾ ആദ്യമായിട്ടൊന്നല്ല നമ്മൾ ഇവിടെ നിൽക്കണം. മനസ്സിലായ നമുക്ക് ചെയ്യാൻ പറ്റും. നീ കുറെ എണ്ണത്തിനെ കുറെ മറ്റേ ഒട്ടാളെ കൂട്ട് പിടിച്ചിട്ട് നീ ആരെ പേടിപ്പെടുത്താ? അതിന്റെ വീട്ടില് ഇവ നിന്റെ തന്തയ്ക്ക് വിളിച്ചോളൂ. ഞാനായിരുന്നെങ്കിൽ നിന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചാലേ കളിക്കുമ്പോ ആളും തരം ഞാൻ ഇല്ലാതായി പോയി. കഴിയട്ടെ പരിപാടി കഴിയട്ടെ. വക്കീല് പറഞ്ഞ സംഭവം പറഞ്ഞു. വക്കീല് പറഞ്ഞ അവര് വരട്ടത് കളി നടക്കാൻ പോകുന്നു. കാര്യം പറയില്ല. നമ്മളീ വീടെടുത്തപ്പം ഫസ്റ്റത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്താണ് എപ്പം ഒരു ദിവസം ഇവിടെ ഒരു പ്രശ്നം വന്നാൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള മേക്കപ്പാണ് നമ്മൾ ആദ്യം ഇവിടെ സെറ്റാക്കി വെച്ചത്. മനസ്സിലാവും ഞാൻ പറയുന്ന വെച്ചാൽ ഒരു ഇത് നടക്കണം എന്നാലും ടീം